നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സിറിയൻ ആഭ്യന്തര യുദ്ധം അക്ഷരാർത്ഥത്തിൽ ഇസ്രയേൽ വിജയമായി മാറുന്നു. ബഷർ അൽ അസാദ് വീഴുന്നതിന് തൊട്ടു മുൻപുള്ള 48 മണിക്കൂറുകൾ. വിമതസേനയുടെ മുന്നേറ്റം അതിശക്തമായി നടക്കുമ്പോൾ മറുവശത്ത് ഇസ്രയേൽ ഗോലാൻ കുന്നുകളിലേക്ക് തങ്ങളുടെ IDF സേനയെ അയക്കുന്നു. വലിയ തോതിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ള നേതാക്കൾ ഗോലാൻ കുന്ന് നേരിട്ട് സന്ദർശിക്കുന്നു. ഗോലാൻ കുന്നിലേക്ക് ബുൾഡോസറുകൾ അടക്കം നിരവധി വാഹനങ്ങൾ എത്തുന്നു. സൈന്യത്തിന്റെ വലിയ മുന്നേറ്റമാണ് സിറിയൻ അതിർത്തിയിലേക്ക്. എന്താണ് അതിർത്തി കേന്ദ്രീകരിച്ച് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഉറ്റുനോക്കി ലോകവും. അൽ ഗുലാനിയുടെ നേതൃത്വത്തിലുള്ള HTS ദമാസ്കസിലേക്ക് പ്രവേശിച്ചപ്പോൾ മറുവശത്ത് ബഷർ അൽ അസദ് ദമാസ്കസ് എയർപോർട്ടിൽ നിന്ന് ഒരു സിറിയൻ വിമാനത്തിൽ കയറി നേരെ മോസ്കോയിലേക്ക് തിരിച്ചു. ആ മണിക്കൂറുകൾ ഇസ്രയേലിനെ സംബന്ധിച്ച് അത്യന്തം പ്രാധാന്യമേറിയത്. ഇസ്രയേൽ പോർവിമാനങ്ങൾ ദമാസ്കസിന് ചുറ്റും നിരന്നു. പിന്നീട് നടന്നത് സമാനതകളില്ലാത്ത ആക്രമണങ്ങൾ. അസദിന്റെ കീഴിലെ സൈന്യം സൂക്ഷിച്ചിരുന്ന ആയുധശാലകളൊക്കെ ഇസ്രയേൽ വ്യോമസേന തകർത്തു. എന്തിനേറെ അസദിന്റെ രാസായുധ ഫാക്ടറി പോലും. സമാനതകളില്ലാത്ത ആക്രമണമാണ് ദമാസ്കസും പരിസരങ്ങളുമൊക്കെ കേന്ദ്രീകരിച്ച് ഇസ്രയേൽ നടത്തിയത്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നിരവധി സിറിയൻ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇസ്രയേൽ ആക്രമണങ്ങൾ തുടർന്നിരുന്നു. അതൊക്കെ ലക്ഷ്യമിട്ടത് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തന്നെ. ഇസ്രയേൽ പോർവിമാനങ്ങൾ ദമാസ്കസിലും പരിസരത്തുമൊക്കെ ശക്തമായ ആക്രമണങ്ങൾ തുടരുമ്പോൾ മറുവശത്ത് ഗോലാൻ കുന്നിലെ തങ്ങളുടെ അതിർത്തി കടന്ന് ഇസ്രയേൽ സേന സിറിയൻ മണ്ണിലെത്തി. പിന്നീട് നടന്നത് അതിനാടകീയമായ നീക്കങ്ങൾ. സിറിയൻ മണ്ണിലെ വലിയൊരു പ്രദേശം ഈ സമയത്തിനുള്ളിൽ ഇസ്രയേൽ പിടിച്ചെടുത്തു. അതിനുശേഷം അത് ബഫർ സോണായി ഇസ്രയേൽ പ്രഖ്യാപിച്ചു. ഗോലാൻ കുന്നുകളോട് ചേർന്ന കുരിട്ര, നാവ എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇസ്രയേൽ വൻതോതിൽ കടന്നുകയറ്റം നടത്തിയത്. ഈ മേഖലകൾ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. ലെബനിലെ ഹിസ്ബുള്ളയുമായി ഇസ്രയേൽ ആക്രമണങ്ങൾ തുടരുമ്പോൾ മറുവശത്ത് കുനീദ്രയിലുള്ള ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ സമാനതകളില്ലാത്ത ആക്രമണങ്ങൾ നടത്തിയിരുന്നു. 2018 കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായി ഹിസ്ബുള്ള നിലകൊണ്ട പ്രദേശം ഗോലാൻ കുന്നുകൾക്ക് തൊട്ടിപ്പുറത്ത് ജോർദാൻ അതിർത്തിയിലുള്ള ദാര എന്ന പ്രദേശം. ഈ പ്രവിശ്യ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ വിമതസേന 2018 കാലഘട്ടത്തിൽ ഉണർന്നെഴുന്നേറ്റിരുന്നു. അവരെ അത് നിഷ്കരണം, കൊലപ്പെടുത്തിയതും തോൽപ്പിച്ചതുമൊക്കെ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ. 2015 മുതൽ റഷ്യ ഒരുക്കിയ സംരക്ഷണ കവചമാണ് അസദ് ഭരണകൂടം നിലനിൽക്കാനുള്ള കാരണം. എന്നാൽ ദമാസ്കസിനും ഗോലാൻ കുന്നിനുമിടയിൽ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം തന്നെയായിരുന്നു അസദ് ഭരണകൂടത്തിന് കരുത്തു പകർന്നത്. ദാര, കൊനീദ്ര എന്നീ പ്രവിശ്യകൾ കേന്ദ്രീകരിച്ച് അക്കാലത്ത് വളർന്നു വന്ന സിറിയൻ അറബ് ഫോഴ്സ് ശക്തമായ വിമതസേന തന്നെയായിരുന്നു. പിന്നീട് ശക്തമായ ആക്രമണങ്ങളിലൂടെ ഹിസ്ബുള്ള ഈ വിമതസേനയെ തകർത്ത് കളഞ്ഞു. 2018 വലിയൊരു വിഭാഗം സിറിയൻ അറബ് ഫോഴ്സിലെ പോരാളികൾ അന്ന് അസദിന്റെ കീഴിലുള്ള ഔദ്യോഗിക സേനയിലേക്ക് ചേക്കേറി. സിറിയൻ അറബ് ഫോഴ്സിന്റെ പോരാളികൾ കീഴടങ്ങിയപ്പോൾ അവരെ സിറിയ തങ്ങളുടെ ഔദ്യോഗിക സേനാ വിഭാഗമാക്കി മാറ്റുകയായിരുന്നു. ദമാസ്കസിലേക്ക് HTS ഒരു കൊടുങ്കാറ്റ് പോലെ കടന്നു വരുമ്പോൾ മറുവശത്ത് ദാര കേന്ദ്രീകരിച്ച് സിറിയൻ അറബ് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ വിമതസേന ഉണർന്നു. അവരെ തടയാൻ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് വിമതസേനയുടെ വിജയത്തിനു പിന്നിൽ. വിമതസേനയെ നേരിടാനെത്തിയ ഔദ്യോഗിക സേന തങ്ങളുടെ പഴയ വിമത പോരാളികളെ കണ്ടപ്പോൾ അവർക്ക് മുന്നിൽ ഔദ്യോഗിക സേന കീഴടങ്ങുക മാത്രമല്ല, വിമതസേനയിലേക്ക് ഔദ്യോഗിക സേനയിലെ വലിയൊരു വിഭാഗം ചേരുകയും ചെയ്തു. ഇതോടെ ബാക്കി വന്ന ഔദ്യോഗിക വിഭാഗം ഭയപ്പെട്ട് പിന്നോട്ടോടി. ചെറു പ്രതിരോധം പോലുമില്ലാത്ത ആ പ്രദേശങ്ങളിലേക്ക് കൃത്യമായ ബഫർ സോൺ ഒരുക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു. മറുവശത്ത് രൂക്ഷമായ ആക്രമണങ്ങളോടെ ഔദ്യോഗിക സേനയുടെ ആയുധശാലകൾ അത്രയും ഇസ്രയേൽ തകർത്തെറിഞ്ഞു. ഏതെങ്കിലും തലത്തിൽ അസദ് പോരാളികളുടെ കയ്യിൽ നിന്ന് ഹിസ്ബുള്ള ആയുധങ്ങൾ വാങ്ങിക്കൂട്ടിയാലോ എന്ന ഭയമായിരുന്നു ഇസ്രായേലിനെന്ന് അവർ വിശദീകരിക്കുന്നു. സിറിയയിലെ പ്രത്യേക സാഹചര്യം ഇപ്പോൾ യാതൊരു വിധത്തിലും ഭയക്കേണ്ടതില്ല ഇസ്രായേലിന്. സിറിയയിലെ ഇപ്പോഴത്തെ സാഹചര്യം യാതൊരു വിധത്തിലും ഭയക്കേണ്ടതില്ല ഇസ്രയേലിന്. HTSന്റെയും ടർക്കി പിന്തുണയുള്ള സിറിയൻ നാഷണൽ ആർമിയുടെയും ഒക്കെ മുന്നേറ്റം മാത്രമാണ് ഇസ്രയേലിനെ ആദ്യഘട്ടത്തിൽ ഇത്തിരിയെങ്കിലും ഭയപ്പെടുത്തിയത്. എന്നാൽ ദമാസ്കസിന് തെക്കുഭാഗത്തേക്ക് ഈ വിമത സൈന്യം ഇതുവരെ പ്രവേശിച്ചിട്ടില്ല.
ആ മേഖല അതത് പ്രദേശങ്ങൾ നിയന്ത്രണത്തിലാക്കിയിരുന്ന വിമത സഖ്യത്തിന്റെ കൈകളിലാണ്. കുർദ് ശക്തികൾക്കെതിരെ തിരിയുന്ന ആരുമായും സഖ്യമുണ്ടാക്കുമെന്നതാണ് ടർക്കിയുടെ നയം. അതുകൊണ്ട് തന്നെ ടർക്കി HTSനെയും സിറിയൻ നാഷണൽ ആർമിയെയും പിന്തുണയ്ക്കുന്നു. സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിനെയും അൽറ്റാൻഫ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഫ്രീ സിറിയൻ ആർമിയെയും അമേരിക്ക പിന്തുണയ്ക്കുന്നു. ഇപ്പോഴും 900ഓളം അമേരിക്കൻ ട്രൂപ്പുകൾ അൽറ്റാൻഫ് കേന്ദ്രീകരിച്ച് തങ്ങളുടെ സേനാതാവളം ഒരുക്കി നിൽക്കുന്നു. അമേരിക്കയെ സംബന്ധിച്ച് നിർണായക ഇടപെടലുകൾക്കുള്ള ഒരു ഭൂമി തന്നെയാണ് ഇപ്പോഴും സിറിയൻ ഭൂപ്രദേശം. സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിനെ ഏതെങ്കിലും വിധത്തിൽ കീഴ്പ്പെടുത്താൻ HTSനോ സിറിയൻ നാഷണൽ ആർമിക്കോ കഴിയില്ല. അതുകൊണ്ട് തന്നെ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സും ഫ്രീ സിറിയൻ ആർമിയുമൊക്കെ ശക്തമായ പിന്തുണ അമേരിക്കയ്ക്കും സഖ്യരാജ്യങ്ങൾക്കും നൽകുന്നു. ഇപ്പോഴത്തെ സാഹചര്യം അമേരിക്കയുടെ ശക്തി സിറിയൻ മണ്ണിൽ ഏറെ പ്രാധാന്യമുള്ളതാക്കി. HTSനെ സംബന്ധിച്ചിടത്തോളം റഷ്യ തങ്ങളുടെ ശത്രുപക്ഷത്താണ്. ഇറാനെയും ശത്രുപക്ഷത്ത് തന്നെയാണ് HTSും സിറിയൻ നാഷണൽ ആർമിയും കാണുന്നത്. ഇറാന്റെ പേരുകൾ പൂർണ്ണമായി സിറിയൻ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കുമെന്നാണ് HTS ഇക്കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതും. ഇതൊക്കെ ഇസ്രയേലിന് അനുകൂല തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു. HTS ദമാസ്കസിലേക്ക് കടന്നപ്പോൾ ഇസ്രായേൽ സുവൈദയിലെ കൽക്കലാഹ വ്യോമതാവളത്തിലെ ആയുധശേഖരങ്ങൾ, ദാര ഗവർണറേറ്റിലെ സൈനിക കേന്ദ്രങ്ങൾ, ദമാസ്കസിലെ മെസ്സെ വ്യോമതാവളം എന്നിവിടങ്ങളിൽ അതിശക്തമായ വ്യോമാക്രമണങ്ങളാണ് നടത്തിയത്. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് മെസ്സെ വ്യോമതാവളത്തിലും ദമാസ്കസിലെ സയന്റിഫിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ശാഖയിലും ഇന്റലിജൻസ് കസ്റ്റംസ് ആസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന തലസ്ഥാനത്തെ സെൻട്രൽ സ്ക്വയറിലുമൊക്കെ ശക്തമായ വ്യോമാക്രമണങ്ങൾ നടത്തി ഇസ്രയേൽ. അസദ് ഭരണകൂടത്തിന്റെ പതനത്തെ തുടർന്ന് സിറിയയിലെ ആയുധശേഖരങ്ങൾ തങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും ഹിസ്ബുള്ളയ്ക്കോ ഇസ്രയേലിന് ഭീഷണിയാകുന്ന മറ്റേതെങ്കിലും ഘടകങ്ങൾക്കോ അവ ലഭിക്കാൻ ഇടവരാത്ത ഒരു സാഹചര്യമൊരുക്കാനാണ് ആക്രമണങ്ങളെന്ന് ഇസ്രയേൽ വിശദീകരിച്ചു. ബാഷർ അൽ അസദ് ഭരണകൂടത്തിന്റെ പതനം ഒരിടവേളയ്ക്ക് ശേഷം സിറിയയിൽ വീണ്ടും അനിശ്ചിതാവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നു. മുൻപ് അൽ നുസ്ര സഖ്യം എന്നറിയപ്പെട്ടിരുന്ന HTSന് ഭീകര സംഘടനയായ അൽ ഖ്വയ്ദയുമായി ഇപ്പോഴും ബന്ധമുണ്ടോ എന്ന സംശയം ലോകത്തിനുണ്ട്. 2011 മുതൽ സിറിയയിൽ നടന്ന ആഭ്യന്തര കലാപത്തിൽ 5 ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു. 60 ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളായി. എണ്ണമറ്റ ആളുകൾ കുടിയൊഴിപ്പിക്കപ്പെട്ടു. അന്ന് ബഷാർ ഭരണകൂടത്തിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങളെ റഷ്യയുടെയും ഇറാന്റെയും പിന്തുണയോടെയാണ് അദ്ദേഹം അതിജീവിച്ചത്. ഇക്കുറി റഷ്യൻ വ്യോമസേനയുടെയും ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയുടെയും ഒക്കെ സഹായം അസദ് തേടിയിരുന്നു. എന്നാൽ യുക്രൈൻ യുദ്ധത്തിൽ തളർന്നു നിൽക്കുന്ന റഷ്യയ്ക്ക് അസദിനെ സഹായിക്കാൻ കഴിഞ്ഞില്ല. മറുവശത്ത് ഇസ്രയേലുമായുള്ള ഇറാൻ പ്രോക്സികളുടെ പോരാട്ടം ഇറാനെയും തകർത്ത് കളഞ്ഞിരുന്നു. ഹിസ്ബുള്ളയുടെ പതനം തന്നെയാണ് അലപ്പോ, ഹമ, ഹോംസ് തുടങ്ങിയ പ്രവിശ്യകൾ ദിവസങ്ങൾക്കുള്ളിൽ പിടിച്ചെടുക്കാൻ വിമതസേനയെ സഹായിച്ചത്. അസദിന്റെ പതനം മധ്യപൂർവ്വദേശത്ത് റഷ്യൻ സ്വാധീനത്തിനുള്ള തിരിച്ചടി തന്നെയാണ്. 2015 മുതൽ സിറിയയ്ക്ക് ഉറച്ച പിന്തുണ നൽകിയിരുന്ന റഷ്യ അങ്ങനെ ഒടുവിൽ അടിപതറിയിരിക്കുന്നു എന്ന് പറയാം. ടാക്സിലുള്ള നാവിക കേന്ദ്രം, ലതാക്കിയയിലെ വ്യോമകേന്ദ്രം തുടങ്ങിയ തന്ത്രപ്രധാനമായ പല സ്ഥാപനങ്ങളും സിറിയയിലുണ്ട് റഷ്യയ്ക്ക്. ഇപ്പോൾ വിമതസഖ്യവുമായി ഈ കേന്ദ്രങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക കരാറുണ്ടാക്കാൻ പോകുന്നുവെന്നാണ് റഷ്യ വിശദീകരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ പതനം തന്നെയാണ് ഇപ്പോൾ സിറിയയിൽ സംഭവിച്ചിരിക്കുന്നത്. ഹിസ്ബുള്ളയുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികൾ പൂർണ്ണമായി മുറിഞ്ഞിരിക്കുന്നു. ഇറാഖിൽ നിന്ന് സിറിയ വഴിയായിരുന്നു ലെബനനിലെ ഹിസ്ബുള്ളയ്ക്ക് വൻതോതിൽ ആയുധങ്ങൾ എത്തിയിരുന്നത്. ഈ കണ്ണി പൂർണ്ണമായി മുറിഞ്ഞടുങ്ങി. ജോർദാൻ അതിർത്തി കടന്ന് തൊട്ടപ്പുറത്തുള്ള ഇറാഖ് അതിർത്തി, ആ മേഖല കേന്ദ്രീകരിച്ചായിരുന്നു കത്തേബ് ഹിസ്ബുള്ളയുടെ വലിയ സ്വാധീനം. ഇറാഖിൽ നിന്ന് വൻതോതിൽ ആയുധങ്ങൾ കടത്തുന്ന സ്ഥലം. കദ്ദേബ് ഹിസ്ബുള്ളയുടെ നിരവധി കേന്ദ്രങ്ങൾ വ്യോമാക്രമണങ്ങളിലൂടെ ഇസ്രയേൽ നേരത്തെ തകർത്തിരുന്നു. ഇപ്പോഴിതാ കത്തേബ് ഹിസ്ബുള്ളയ്ക്ക് സ്വാധീനമുള്ള പല മേഖലകളും അൽറ്റാൻഫ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അമേരിക്കൻ പിന്തുണയുള്ള വിമതസേന ഇപ്പോൾ കീഴടക്കിയിരിക്കുന്നു. ഫ്രീ സിറിയൻ ആർമി എന്നറിയപ്പെടുന്ന ഈ സേനാ വിഭാഗം തങ്ങളുടെ നിയന്ത്രണ മേഖല വളരെയധികം വർദ്ധിപ്പിച്ചു. ISISനെ പ്രതിരോധിക്കുക തന്നെയാണ് അൽറ്റാൻഫ് മേഖലയിലെ വിമതസേനയെ കൊണ്ട് അമേരിക്ക മുഖ്യമായും ലക്ഷ്യമിടുന്നത്. ഈ വിമതസേനയുടെ മുന്നേറ്റത്തിൽ ഇക്കഴിഞ്ഞ ദിവസം കത്തേബ് ഹിസ്ബുള്ള അക്ഷരാർത്ഥത്തിൽ പേടിച്ചോടുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ഏകദേശം 150 വാഹനങ്ങളിൽ അവർ കയറി നേരെ ഇറാഖിലെ ഷിയ മിലിഷ്യകളുടെ അടുക്കൽ അഭയം തേടുകയായിരുന്നു. ഇറാൻ പിന്തുണയുള്ള ഇറാഖിലെ ഷിയ മിലിഷ്യകളുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും അൽറ്റാൻഫിലെ ഫ്രീ സിറിയൻ ആർമി ആക്രമണങ്ങൾ നേരിട്ടിരുന്നു. ഇപ്പോഴിതാ അതിർത്തിയിൽ ശക്തമായ
പ്രതിരോധമൊരുക്കി ആ മേഖലയെ അവർ വിപുലപ്പെടുത്തി. ഹോംസിനിപ്പുറം പാൽമിറ പ്രവിശ്യ പൂർണ്ണമായി അൽറ്റാൻഫ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വിമതസേനയുടെ കയ്യിലാണ്. ഇതും ഇസ്രയേലിനെ സംബന്ധിച്ച് പരിപൂർണ വിജയം. സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സിൻ്റെയും ഫ്രീ സിറിയൻ ആർമിയുടെയും മുന്നേറ്റം തന്നെയാണ് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഏറെ ശക്തി പകരുന്നത്. സിറിയൻ മണ്ണിൽ നിന്ന് ഇറാൻ പരിപൂർണമായി തോറ്റോടി. അമേരിക്കയും ഇസ്രയേലും തങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചു. എങ്കിലും HTSൻ്റെയും അനുബന്ധ വിമതസേനകളുടെയും ഒക്കെ നീക്കം സശ്രദ്ധമായി ഇസ്രയേൽ വീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.